ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും AZB അക്കാഡമി SSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ഒരുപാട് പേര് അറിയാതെ പോകുന്ന SSC ലെവൽ എക്സാമിനേഷനെ കുറിച്ചും എന്താണ് SSC, ഈ ഒരു എക്സാം ആരാണ് നടത്തുന്നത്, ഏതെല്ലാം ജോലി സാധ്യതകളുണ്ട്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഏജ്, എല്ലാത്തിനും കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരുപാട് നോർത്ത് ഇന്ത്യയിലെ കുട്ടികളൊക്കെ ഒരു +2 കഴിയുമ്പോൾ തന്നെ അവർ SSC പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് ആൻഡ് ഇയർലി അവർ എക്സാം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. ഒപ്പം തന്നെ ഏറ്റവും മികച്ച ശമ്പളവും അതേപോലെ DAയും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അലവൻസസ് ഒക്കെ നമുക്ക് ഈ SSCയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ SSC, PSC ആൻഡ് UPSC ലെവൽ ക്ലാസ്സുകൾ നൽകി വരുന്ന ഒരു ഫാക്കൽറ്റിയാണ്. ആൻഡ് ഓൾമോസ്റ്റ് 2017 മുതൽ ഈ ഒരു ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് നമ്മൾക്ക് എസ്പെഷ്യലി നമ്മൾ ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികളെ കാണാറുണ്ട്. അതായത് ഒരു വെൽ ഓറിയന്റഡ് ആയിട്ട് ഒരു 10th ഒരു +2 കഴിയുമ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈവൻ CGL +2 കഴിഞ്ഞിട്ട് നമ്മളുടെ CGL എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ നടത്തുന്ന SSC നടത്തുന്ന ഒരു എക്സാം ആണ്. അതിനൊക്കെ തന്നെ കയറുന്ന നല്ല ശമ്പളമുള്ള ജോലികൾ നമുക്ക് SSCയിൽ കിട്ടുന്നുണ്ട്. അപ്പം മലയാളികൾ, നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് SSCയെ കുറിച്ചിട്ട്. അപ്പം ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ എന്താണ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം സാധൂകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, SSC എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. നമ്മുടെ കേരളത്തിലെ കേരള PSC നടത്തുന്ന പോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമുക്ക് നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ടും SSC എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് ഓരോ പോസ്റ്റിനും വേരി ചെയ്യുന്നുണ്ട്. 10th ഉണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അങ്ങനെ ഓരോ ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്തുണ്ട് SSC പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ SSCയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. അത് നമ്മുടെ ഏജ് റിലാക്സേഷൻ വെച്ചിട്ടാണ് ഓരോന്നും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ SSCയുടെ അണ്ടറിൽ വരുന്ന എക്സാമുകൾ ഏതെല്ലാമാണെന്നൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒന്നാമത്തതാണ് നോക്കൂ SSC GD, രണ്ടാമത്തത് SSC CHSL, മൂന്നാമത്തത് SSC JE, നാലാമത്തത് SSC CPO, അഞ്ചാമത്തത് SSC CGL, ആറാമത്തത് SSC MTS ആൻഡ് ഏഴാമത്തത് SSC സ്റ്റെനോഗ്രാഫർ. ഇങ്ങനെ 7 ലെവലിലാണ് SSC എന്ത് ചെയ്യുന്നത്, എക്സാം നടത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിനെ കുറിച്ച് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഓരോ എക്സാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് കാണുന്ന കുറച്ച് പേരുണ്ടാകും, ചിലപ്പോൾ 10th ലെവലിലുള്ളവരുണ്ടാകും, +2 ആയിരിക്കാം, നിങ്ങൾ ഡിഗ്രി ലെവലായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സമയം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ ഓരോ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നിങ്ങളിവിടെ നോക്കിക്കേ, SSC GD നമ്മൾ കൊടുത്തിട്ടുണ്ട്. SSC GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് ജനറൽ ഡ്യൂട്ടി എക്സാം ആണ്. അപ്പം SSC GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് 10th ക്ലാസ് ഉള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഞാൻ പറയാം. അതിന്റെ സിലബസ്, ക്രൈറ്റീരിയ അതൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ SSC GD. പിന്നെ CHSL എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്. CHS ലെവലിൽ നടത്തുന്ന എക്സാം ആണ് CHSL. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയുന്നത് +2 ക്രൈറ്റീരിയ, +2 ആണ് ഹയർ സെക്കൻഡറി ലെവലിൽ +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 27 ആണ് വരുന്നത് CHSL. പിന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാർക്ക്, OBCക്ക് ഒക്കെ ഇവിടെ എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ CHSLന്റെ ലെവലിൽ തന്നെ നടത്തുന്നതാണ്. CHSL എന്ന് പറയുമ്പോൾ ഇതിന്റെ അണ്ടറിൽ വരുന്ന എക്സാമുകളാണ് നമ്മളുടെ LDC, അതേപോലെ SA, DEO, അങ്ങനെ ഒരുപാട് കാറ്റഗറീസിൽ വരുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അങ്ങനെ തന്നെ പല എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട് CHSLന്റെ അടിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ JE എക്സാം ആണ്.
സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ. അത് ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണ്, അതായത് വേരിയസ് ഓർഗനൈസേഷൻ ലെവലിൽ വരുന്ന എഞ്ചിനീയേഴ്സിന്റെ സെലക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ ഓരോന്നിന്റെയും നമുക്ക് മാക്സിമം 32 വയസ്സ് അതൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഏജ് റിലാക്സേഷൻ വെച്ചിട്ടാണ് വരുന്നത് ഈ ജെഇയുടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള ഏരിയാസ്, ഇത് ഓരോന്നിന്റെയും പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 10th മുതൽ +2 വരെയുള്ളത്, പിന്നെ ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ളത്. പിന്നെ CPO എക്സാം വരുന്നുണ്ട്. CPO എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, പോലീസിലേക്ക് വരുന്നതാണ് അല്ലെ. CPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 20 മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് CPOക്ക് വരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളത്. പിന്നെ CHSL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഇതിനകത്ത് വരുന്നതും എന്ത് തന്നെയാണ്, നമ്മൾ പറഞ്ഞല്ലോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. ഇതിന് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും, അതുപോലെ ലാസ്റ്റ് നമ്മുടെ നോട്ട് ലീസ്റ്റ് MTS, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ജനറൽ ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. അത് ഞാൻ ഓരോ പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജനറൽ ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. സെൻട്രൽ സർവീസ് നോൺ മിനിസ്ട്രേറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. മിനിസ്ട്രീസിലും അതേപോലെ ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സിലേക്കാണ് വരുന്നത്. ഈ MTS എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 25 വയസ്സാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇവർക്ക് ഈ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതേപോലെ സ്റ്റെനോഗ്രാഫർ നമുക്ക് ഗ്രേഡ് സിയിൽ വരുന്നതാണ്. നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അതേപോലെ ഗ്രേഡ് D, ഗ്രേഡ് സിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് 12th ഒരു ഗവൺമെന്റ് ആയിട്ടുള്ള, അതായത് 12th എക്സാം പാസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. പിന്നെ അതിനകത്ത് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഏജ് റിലാക്സേഷന്റെ കാര്യമൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും SSCയുടെ അണ്ടറിൽ നടക്കുന്ന, അല്ലെങ്കിൽ SSCയുടെ കാറ്റഗറിയിൽ നടക്കുന്ന വേരിയസ് ആയിട്ടുള്ള എക്സാമിനേഷൻ. ഓക്കെ, ഇനി ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ കേരള PSC ചെയ്യുമ്പോൾ തന്നെ ഒരു വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്യണം SSCയുടെ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ തൊപ്പി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെക്സ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ചെവി കാണിച്ചിട്ടുള്ള, ചെവി ഹൈഡ് തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ ചെവി ഹൈഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇടരുത്, അതൊക്കെ റിജക്റ്റഡ് ആകും. ഓക്കെ, അപ്പൊ ഇത്രയും എക്സാമുകൾ നിങ്ങൾക്ക് ഇനിയിപ്പോ ജൂണിൽ വരുന്നുണ്ട്. CHSL, ഇതെന്ന് വെച്ചാൽ വർഷത്തിൽ നടത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലി കൈ നിറയെ ശമ്പളമായിട്ട് കിട്ടുന്നതാണ്. ഇത്രയും നമ്മുടെ SSCക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒന്നും, ഒരു എക്സാം വരുമ്പോൾ നിങ്ങൾ അറിയിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ അതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് കോച്ചിങ്, നിങ്ങൾക്ക് ജോലി നേടി തരുന്നവരെ നിങ്ങൾക്ക് മെന്റേഴ്സിന് സപ്പോർട്ടോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് SSCക്ക് വേണ്ടിയിട്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ ഭാവി മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. SSCയുടെ ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.